അഹമ്മദാബാദ് വിമാനാപകടം. ആ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെന്റിനെതിരെ ഉൾപ്പെടെ പല നിലയിലും വന്നു. ഞങ്ങൾ ആരെങ്കിലും ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടിയെടുത്ത് വന്നോ? ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നവരല്ല. ഇടതുപക്ഷം രാഷ്ട്രീയത്തെ പക്വമായി സമചിത്തതയോടുകൂടി ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നവരാണ്. ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്. എന്നാൽ ഇവിടെ അപകട സംഭവങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും മാറുന്നവരായി UDF മാറുന്നു. അപ്പോൾ രാഷ്ട്രീയത്തെ പക്വതയോടുകൂടി കാണാൻ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മുന്നണിയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള നല്ല അവസരമാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി മതവർഗീയത പോലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് ഞങ്ങൾ എടുക്കുന്നത് പ്രചരിപ്പിക്കുക, ജനങ്ങളിൽ എത്തിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് കാണുമ്പോൾ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം, ആ ഒളിച്ചോട്ടം കനകോലു സിദ്ധാന്തം കൂടിയാണ്. കനകോലു വന്നതിന് ശേഷം ഇത് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുക. കാരണം കനകോലു ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഒരു സ്ട്രാറ്റജിസ്റ്റ് ഒരിക്കലും മണ്ണിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവത്തിലൂടെ വന്ന വ്യക്തിയല്ല. ആ സ്ട്രാറ്റജിസ്റ്റ് ഓതിക്കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. അത് ജനം കൗണ്ടർ ചെയ്തു. ജനം അതൊക്കെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ജനം കാണുന്നുണ്ട്. ഇവര് പലരും പറയുന്ന പ്രസ്താവനകൾ പോലും ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് എന്ന് കോൺഗ്രസിനകത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് വരുന്നത്. അതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസം തീർച്ചയായും ജനങ്ങളിൽ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, കമ്മ്യൂണിസ്റ്റുകളുടെ മതനിരാസത കൂടി ചർച്ച ചെയ്യണമെന്നാണ് ഇന്നലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം നിലവിൽ ഉയർത്തുന്നുണ്ടോ ഇല്ലയോ? ആ സിദ്ധാന്തത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയോ ഇല്ലയോ? പോയിട്ടില്ല എന്നുള്ളതാണ് കേരളീയ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നത്. അതിനെക്കുറിച്ച് UDF നേതാക്കന്മാരുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ MK മുനീറിന്റെ അഭിപ്രായം എന്താ? മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ 957 മുതൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്, ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷം എന്താണെന്നൊക്കെ